നല്ലൊരു ജൈവ വൈദ്യ വനമേഖലയിൽ ഏറ്റവും ഹാർഡസ്റ്റ് ട്രക്കിംഗ് റൂട്ടായ അലർച്ചവളത്തിലേക്ക് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ഇന്റീരിയർ ഡെൻസ് ഫോറസ്റ്റ്, ധാരാളം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലം. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ, മഞ്ഞ്, കാറ്റ് എന്നീ കാലാവസ്ഥ വ്യതിയാനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 ദിവസത്തെ ഇവിടെ നല്ല മഴയാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ വേറൊരു ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറുകയാണ്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കി വേണം നമ്മൾ ട്രക്കിംഗ്. മാത്രമല്ല നമ്മളായിട്ട് അവിടുത്തെ ജൈവ വൈദ്യ വനമേഖലയ്ക്ക് അവിടുത്തെ ആവാസ വ്യവസ്ഥയിലുള്ള വന്യമൃഗങ്ങൾക്കോ നമ്മളെ കൊണ്ട് യാതൊരു ദോഷമോ ഉപദ്രവമോ ഉണ്ടാവാൻ പാടില്ല. കൂട്ടത്തിൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കി നിങ്ങളവിടെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഴിയിൽ ഒരു പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോലുള്ള യാത്രക്കാർ ഈ സീസൺ ആയത് അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പോയ മുട്ടായിത്തോടെ അങ്ങനെ ചെറുതൊക്കെ കാണാൻ സാധിക്കും. ഒന്നും കാണാൻ സാധിക്കും. ക്ലീനായിട്ട് നമ്മൾ നോക്കുക. ഒരു ദയവേത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, പൂജാസാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, കത്തി, ലൈറ്റ്, ഇതൊന്നും നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും നിങ്ങളതിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2ാമത്തെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു രജിസ്റ്ററിൽ നിങ്ങളൊരു ചെറിയൊരു ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുക. തിരികെ വരുമ്പോഴും ആ പ്ലാസ്റ്റിക് കാണിച്ച് ആ പൈസ തിരികെ നമ്മളുടെ ഫുഡ് ഇവിടെ വാങ്ങുമ്പോൾ 2 ബോട്ടിൽ ആ ബോട്ടിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ചില അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളായിട്ട് വനത്തിൽ ഒരു സാധനവും ഇട്ട് ഈ വനത്തിന് നിങ്ങൾക്ക് പോകുന്നുണ്ട്. നേരത്തെ പോയവരെല്ലാവരും നന്നായിട്ട് നോക്കുന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ അവിടെ പോകാനും ആ പ്രകൃതി ആസ്വദിക്കാനും. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കും. നമ്മൾ ശുദ്ധമായ ഓക്സിജൻ ഈ പ്രകൃതിയൊക്കെ അറിയാറുണ്ട്. മൊബൈല് ചെവിയിൽ ഇയർഫോൺ വെച്ച് പാട്ട് കേട്ട് പോകരുത്, സൗണ്ട് ഉണ്ടാക്കി പോകരുത്. കാര്യം ഇത് വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലമാണ്. അവരെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ കണ്ണും കാതും ഒക്കെ നോക്കി പോയാൽ മാത്രമേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ. നമ്മൾ ചെന്ന് പിന്നെ പാട്ടൊക്കെ കേട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയയില്ല, അവർ വരെ അറിയില്ല, നമ്മൾ ചെന്ന് അവിടുത്തെ വിടും. അതുപോലെ ബേസ് ക്യാമ്പിൽ പോയതിനു ശേഷം അവിടെ ചെന്ന് എല്ലാവരും 2 ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ്. അവിടെ ചെന്ന് നമ്മൾ മൊബൈലിൽ പാട്ടിടുകയോ അങ്ങനെ പാട്ടിട്ട് ബാക്കിയുള്ളവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ 3 ദിവസം ട്രക്കിംഗ്, ഇന്നും നാളെ പറ്റില്ല. സീസൺ ട്രക്കിംഗ് ആയിട്ട് നമ്മൾ നാളെ നിങ്ങൾക്ക് ആരോഗ്യമുള്ളവർക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. ഉച്ചയ്ക്ക് മുമ്പേ നിങ്ങൾ തിരിച്ചിറങ്ങാൻ പറ്റുന്നവർ മാത്രം വരുമ്പോഴും നിങ്ങളുടെ പാസ് ഇവിടെ എൻട്രി ചെയ്താൽ മാത്രമേ നിങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി നിങ്ങൾ അന്വേഷിച്ച് പിന്നെ നിങ്ങൾക്ക് നിങ്ങളാ യാത്രയ്ക്ക് വേണ്ടി ഇവിടുത്തെ ലോക്കൽ പീപ്പിളും ട്രൈബൽ പീപ്പിളും ഇവരാണ് നിങ്ങളെ ഗൈഡ് പറഞ്ഞത്. അവർ ഈ വനത്തിനെ കുറിച്ചും ഈ യാത്രയെ കുറിച്ചും എക്സ്പീരിയൻസ്. അതുകൊണ്ട് അവിടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായിട്ട് വായിച്ച് അവർ പോകുന്നത് നിങ്ങൾ പോകും. നിങ്ങൾ തിരികെ വരുമ്പോൾ നമ്മളൊരു വനശ്രീ എക്സ്പോഷൻ പ്രവർത്തിക്കണം. അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കേരളത്തിലുള്ള പല ട്രൈബൽ കമ്മ്യൂണിറ്റിയും അവരുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളുള്ള തേന് മറ്റു മൈനർ ഫോറസ്റ്റ് വെളിയിലിറങ്ങി ഡ്യൂപ്ലിക്കേറ്റ് ഹാപ്പി ജേണി. ഊണിന് ടോക്കൺ എടുത്തോളേ. ഊണിന് കാപ്പി